4th ഇയർ പീഡിയാട്രിക്സിലാണ്. ആൻഡ് നമ്മളിപ്പോൾ വീഡിയോസും ഇടാറില്ല, ഒന്നും ചെയ്യാറില്ല, അക്കൗണ്ട് ആകപ്പാട് ചത്ത് കിടക്കാണ്. സോ ഞാൻ വിചാരിച്ച് ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന്. ബട്ട് ഇതിൻ്റെ മുന്നുള്ള 2 വീഡിയോ പെൻഡിങ് ഉണ്ട്, കഴിഞ്ഞ മാസത്തെ വീഡിയോ വരെ പെൻഡിങ് ഉണ്ട്. ഒക്കെ സമയം കിട്ടുന്നതിനനുസരിച്ച് അപ്ലോഡ് ചെയ്യും. സമയം കിട്ടാഞ്ഞതിനോട് മാത്രമല്ല, ഈ ഫുൾ വ്ളോഗ് എഡിറ്റ് ചെയ്യാനുള്ള ഈ ഇൻഷോട്ടിൽ നിന്ന് ക്യാപ്കട്ടിലേക്ക് ഷിഫ്റ്റായി. സോ പഴയ വീഡിയോസൊക്കെ ഇനി ക്യാപ്കട്ട് കൊണ്ടുപോയി എഡിറ്റ് ചെയ്യാനൊക്കെ ഒരു മടി, അതാണ് സംഭവം. സോ ഇൻഷോട്ടിൽ തന്നെ അത് എഡിറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യണം. സോ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ MBBS ജേർണിയിലെ ഫസ്റ്റ് വൈവേ എക്സാം, ഓറൽ എക്സാം. ഇത്രയും കാലം നമ്മൾ എൻഡ് ഓഫ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പേപ്പറിൽ റിട്ടേൺ ആയിട്ടും MCQ ആയിട്ടൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇപ്പം അതെന്താണ്, നമുക്ക് ഓറലായിട്ട് ട്രീറ്റ്മെൻറ്റ്, ഇൻവെസ്റ്റിഗേഷൻ എല്ലാം നമ്മൾ ഓറലായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് എക്സാമിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഞാനതൊരു മെമ്മറി എന്നുള്ളതിൽ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഞാൻ ഭയങ്കര ടയേർഡായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് സമയം 12 ആയിട്ടുണ്ട് നൈറ്റ്. കഫേയിൽ നിന്ന് തിരിച്ച് വന്നു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നിട്ട് വീണ്ടും ഏതെങ്കിലും ഒരു കഫേയിൽ പോയിരുന്ന് പഠിക്കണം. കാരണം വീട്ടിലിരുന്ന് പഠിത്തം തീരെ നടക്കുന്നില്ല. കാരണം ഒന്നാമത് വിൻ്ററാണ്, ബെഡുണ്ട് ഇവിടെ, നല്ല സുഖമായിട്ട് പുതച്ച് കിടന്നുറങ്ങാം. ആ ഒരു മൈൻഡിലാണ് ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എത്രത്തോളം കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ട് എൻ്റെ മൈൻഡ് കൺവിൻസ് ആവുന്നില്ല. സോ ഞാൻ നല്ല ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കി കുറച്ച് ഉഷാറാവാൻ വേണ്ടിയിട്ട്. സോ അത് കഴിച്ചിട്ട് കഫേ പോകും. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാണ്. നാളത്തെ എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. സോ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. സാനിറ്റൈസർ, പിന്നെ ID, ഇത് ഗ്ലാസ് ചുമ്മാ എടുത്ത് വെച്ചാണ്. വാച്ച് മസ്റ്റാണ്, ബിക്കോസ് വി ഹാവ് ടു റെസ്പിറേറ്ററി റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്ത് നമുക്ക് ഇതാക്കണം. സോ ഒരു ഡിജിറ്റൽ അല്ലാത്തൊരു നോർമൽ വാച്ച്, സ്റ്റെത്ത്, ദെൻ ഹാമർ, ദെൻ മെഷറിംഗ് ടേപ്പ്. പിന്നെ നമുക്ക് കുറച്ച് ക്യാഷ് ആവശ്യമുണ്ട്. ലൈക്ക് 300 EGP ആണ് നമുക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. സോ ഇത്രയും സാധനങ്ങളിവിടെ സെറ്റായിട്ടുണ്ട്. പഠിക്കാനുള്ള സോഴ്സസ് ഇവിടെ സെറ്റാണ്. ബട്ട് ഞാൻ മാത്രം പഠിക്കുന്നില്ല. നാളെ ഇടാനുള്ള ഡ്രസ്സ് വരെ ഇത് എടുത്ത് പ്രോപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ ഉറക്കത്ത് കണ്ടാൽ നമ്മൾ പേടിച്ചു പോയി വരും. പിന്നെ ഫസ്റ്റ് ഡേ പഠിച്ചപ്പോൾ ഒരു ഹരത്തിന് വേണ്ടിയിട്ട് എഴുതി വെച്ചതാണ് ഇതെല്ലാം. ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കണം. അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. സോ ഞാൻ എന്തായാലും ഒരു 30-40 മിനിറ്റ്സ് കിടന്നിട്ട് ഒന്ന് എണീച്ചിട്ട് ഒരു സ്ട്രോങ് കോഫിയിൽ നമുക്ക് ഫുൾ എനർജറ്റിക് ആവാം. സോ അതാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും കാണാം. ഭയങ്കര കയ്പ്പ് കോഫി. അപ്പോൾ എന്തായാലും കോഫി കുടിച്ച് വേഗം പോവുക. ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കഫേ പോയിരുന്ന് പഠിക്കുക. വീട്ടിലിരുന്നിട്ട് ഒന്നും നടക്കുന്നില്ല. സമയം ഏതാണ്ട് 2 ആവുന്നു. സോ ബൈ. ഞാനില്ലേ ഓരോ മൊഡ്യൂൾ തുടങ്ങുമ്പോൾ വിചാരിക്കും സ്റ്റാർട്ടിങ് തന്നെ പഠിച്ച് തുടങ്ങണം. പക്ഷേ പീഡിയാട്രിക്സ് ഒരു പരിധി വരെ ഞാൻ 4th ഇയറിലെ 2nd മൊഡ്യൂൾ പീഡിയാട്രിക്സ് ഭയങ്കര ഫണ്ണായിരിക്കും, ആ ഒരു രീതിയിൽ ഞാൻ സ്റ്റാർട്ടിങ്ങേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇടയ്ക്ക് എവിടേക്കോ വെച്ച് പൊളിപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതിനോണ്ട് കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുള്ളൊരു കളിചേരി ആ ഒരു ഇതിലായിരുന്നു. ലാസ്റ്റ് ആയപ്പോൾ, അതായത് പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ എക്സാമിൻ്റെ തലേന്നാണ് എനിക്ക് ചൂട് വന്നത്. അതും രാത്രി 2 മണിയൊക്കെ ആയപ്പോൾ ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഫേസ് ചെയ്യാത്തൊക്കെ ഒരു ടൈപ്പ് ടെൻഷൻ ഉണ്ടാവുമല്ലോ. ഉറങ്ങാനും പറ്റുന്നില്ല, പക്ഷെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ പോയിരുന്ന് പഠിക്കുന്ന ഒരു ഹറിബറി പഠിത്താണ് നിങ്ങൾ കാണുന്നത്. ഗൈസ്, ടൈം ഏതാണ്ട് 5 AM ആയി. തണുപ്പ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, തണുപ്പാ. ഞാൻ എന്തായാലും കുറച്ചുകൂടി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് എല്ലാം കൂടി റെഡി ആവണം. ഐ എം പ്ലാനിങ് ടു ഗെറ്റ് റെഡി. ഓക്കെ ഗൈസ്, ഞാൻ എന്താ കുളിച്ച് വന്ന് നമുക്കിനി റെഡി ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവാം. ഞാൻ പ്രോപ്പർ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണം വിചാരിച്ചാൽ, പക്ഷെ അതിനൊന്നുള്ള സമയമല്ല. ഓൾ സെറ്റ് ഫോർ ദ എക്സാം.
യെസ്, ഇതാണ് നമ്മൾ ലുക്ക്. പക്ഷെ ഇത് ഭയങ്കര ഒരു ജെറ്റ് ബ്ലാക്ക് ആണ്. ഇതെന്താണ് ഈ കളർ ഈ വീഡിയോയിൽ എനിക്കറിയാൻ മേല. ഓക്കെ, നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. ഭയങ്കര ടെൻഷനാണെങ്കിലും നമ്മളെല്ലാത്തിനും ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കണം. യാ, സോ ഇന്നത്തോടു കൂടി നമ്മൾ പീഡിയാട്രിക് ക്ലിനിക്കൽസിനും എൻഡായി. സോ സാഡ്. ഞാൻ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് കാണിച്ചു തരാൻ കൊണ്ടുപോകണ്ട്. ഒരു ഹാമർ, പിന്നെ ഈ വക സാധനങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ കൂടെ പൈസ എന്തിനാ വെച്ചാൽ നമുക്ക് 300 pounds കൊടുക്കണം എക്സാം എഴുതാൻ. എക്സാം നമുക്ക് ഡെയിലി ക്ലാസ് നടക്കുന്നുണ്ടായ അബൂറിഷ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ചൊക്കെ നിൽക്കുകയായിരുന്നു. ബട്ട് എക്സാം വാസ് കൂൾ. എക്സാം വാസ് സോ നൈസ്. എക്സാമിനേഷൻ, ഹിസ്റ്ററി, ട്രീറ്റ്മെൻറ്റ്, ഇൻവെസ്റ്റിഗേഷൻ എല്ലാം അത്യാവശ്യം അടിപൊളിയായിരുന്നു. യാ, ബോഡി നീഡ് സം റെസ്റ്റ്. കണ്ണുണ്ടോ? സോ ടയർഡ്. ഞാനത് ഫ്രഷായി വന്നു. നല്ലോണം ഒന്ന് ഫുഡ് കഴിക്കുക, കുറച്ചേരം റീൽസ് സ്ക്രോൾ ചെയ്യുക, കിടന്നുറങ്ങുക. അലാറം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി കിടന്നുറങ്ങുക. എന്തൊരു ആശ്വാസം എന്ന് പറയുക. റൂം ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കുന്നത്. സി മെസ്സി എവിടെ? ഓക്കെ, എൻ്റെ ഒരു ഇതിൽ കുറച്ച് മെസ്സിയായി കിടക്കുക. അവിടെ കുറേ തുണി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചൊന്ന് സെറ്റ് ആവണം. സോ ഫുഡ് എന്താ വെച്ചാൽ അഗെയിൻ ഫ്രൈഡ് റൈസ്. ബിക്കോസ് ഞാൻ അത് ഇന്നലെ രാത്രി അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ, എനിക്ക് ഒരു നേരം കൂടി കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ബൂസ്റ്റും എല്ലാം കൂടി കുടിച്ച് നല്ലോണം വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കട്ടെ. കണ്ണൊക്കെ ഭയങ്കര ക്ഷീണിച്ച് കിടക്കുന്നു. അടിപൊളി സ്ലീപ്പ്, സീരിയസ്ലി. സമയം ഏതാണ്ടില്ലേ 8 മണി കഴിഞ്ഞ് രാത്രി. സോ നമുക്ക് വേഗം ഈ മെസ്സി റൂം ഒന്ന് ക്ലീൻ ചെയ്യാം. അതിൻ്റെ മുന്നേ ഉറങ്ങി എണീറ്റതിന് ശേഷം ഒരു ഭയങ്കരമായിട്ട് ഞാനങ്ങോട്ട് ഡീഹൈഡ്രേറ്റഡ് ആയ ഒരു ഫീല്. സോ നമുക്ക് വെള്ളം കുടിച്ചിട്ട് ഈ റൂമൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒന്ന് ഫ്രഷ് ആവാം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എക്സാമിൻ്റെ ഭാഗമായതുകൊണ്ട് ഫുൾ ഇത് എടുത്ത സാധനങ്ങളൊന്നും തിരിച്ചെടുത്ത് വെക്കുന്നില്ല. കണ്ടോ? ദെൻ ബെഡൊക്കെ ഒരുമാതിരി ഇവിടെ. സോ നമുക്കത് ക്ലീൻ ചെയ്യാം. ഫസ്റ്റ് ലെറ്റ്സ് ക്ലിയർ ദിസ് പൊസിഷൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ക്ലീനിങ്. എപ്പോഴൊക്കെ മൈൻഡ് ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയി നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് വന്നാൽ ഞാൻ ആദ്യം ക്ലീൻ ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ റൂം. അത് എപ്പോഴും ഭയങ്കര മെസ്സിയായിട്ട് കിടക്കണം എന്നല്ല, ബട്ട് സ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മറ്റേ ബെഡ്ഷീറ്റൊക്കെ അയൺ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് എൻ്റെത്. കാണുന്നവർ പലരും അതിന് OCD അങ്ങനെയൊക്കെ വിളിക്കെങ്കിലും, ബട്ട് ഇതെൻ്റെ ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനാണ്. ആൻഡ് ഐ ലവ് സ്പെൻഡിങ് മണി ഓൺ ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, റൂം ഡെക്കോർ ഐറ്റംസ്. അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും ഞാൻ വീണ്ടും ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ മേടിക്കും. എന്തോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഓരോന്നൊക്കെ. ഗൈസ്, നമുക്കതിന് 25 എക്സാം ഉണ്ട്. അത് നമ്മൾ ഈ ബുക്ക് പഠിക്കണം, ഡയഗ്നോസ്റ്റിക്. അതായത് മറ്റൊന്നാണ്. സോ ഇന്നോട്ട് അത് സെറ്റാക്കി. ടേബിൾ ഫുള്ളൊന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം എൻ്റെ കയ്യിൽ കുറച്ച് പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. അത് നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ എന്തോ ഒരു ഡേ ഉള്ളപ്പോൾ അവിടെ ഒരു ഫോട്ടോ ബൂത്ത് ഉള്ളപ്പോൾ അവിടെ നിന്ന് എടുത്തായിരുന്നു. സോ അതിൽ എൻ്റെ സിംഗിൾ പിക്ചർ എന്ത് ചെയ്യുക, വാളിൽ സ്റ്റിക്ക് ചെയ്യുക വിചാരിച്ചിട്ട് അത് ചെയ്ത്. പിന്നെ ഗൈസ്, ഈ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ, ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. നമ്മൾ ഫുൾ റൂം ക്ലീൻ ആക്കിയിട്ട് അതിങ്ങനെ ഒരു 360 ആംഗിൾ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ സ്ഥലവും ഭയങ്കര അടുക്കും ചിട്ടയിൽ കിടക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ടല്ലോ. നമുക്കില്ലേ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിക്കാം. ഗ്രീൻ ആപ്പിൾ, കിവി, മൊത്തം പച്ചയല്ലോ, കുഴപ്പമില്ല. പിന്നെ വെള്ളം. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രഷ് ആയിട്ട്
പുറത്തു പോവാം. സോ ഞാൻ എന്തായാലും ഇപ്പം ഏതാണ്ട് 9 ആയിട്ടുണ്ട്. 9:30 അമ്മയ്ക്ക് റെഡി ആവണം. നേരെ വിട്ടത് കോജോ കഫേയിലായിരുന്നു. നമ്മൾ കസർലൈനി സ്ട്രീറ്റിൽ തന്നെ വരുന്ന ഒരു കഫേയായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഭയങ്കര വിശപ്പ്. സോ ചാർമിനാർ ഇറയെന്ന് പൊറോട്ടയും എന്താ പറയുക ചിക്കൻ കൊണ്ടാട്ടമൊക്കെ ഓർഡർ ചെയ്ത് അവിടുത്തെ വ്യൂ ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ച്. ടു ബി ഓണസ്റ്റ് നല്ല സ്പൈസി ആയിരുന്നു ഗൈസ്. എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനി തൊട്ട് എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിരിക്കും ഇൻഷാ അല്ലാഹ്.